ആരിഫ് ഹുസൈൻ ഇതാണ് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല എന്ന്. അത് വിശ്വാസത്തിലെടുക്കുകയായിരുന്നു UDF നേതൃത്വം ചെയ്തത്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ. അവരെ വലിയ ഈ കേരള സമൂഹത്തിൽ എന്തോ ഒരു വലിയ സംഭവമാക്കി ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. അത് രണ്ടുപേരും അതിനകത്തുണ്ട്, UDF ഉണ്ട് LDF ഉണ്ട്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 3 തരികിടകളാണ്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തള്ളി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ചോദിച്ചു, ഇക്കാമത്തുദ്ദീൻ ഇന്ന് അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഇവിടെ ഇരുന്നിട്ട് അതിനെ വെളുപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള അത്രയേ ഉള്ളൂ. ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു തരാം. അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഒന്ന് ഡിഫൈൻ ചെയ്ത് തരൂ. അത് ചെയ്താൽ തീർന്നു കഥ, ഗെയിം ഓവറാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല, എന്നിട്ട് ഇല്ലാത്ത സാധനം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു കോക്കി ഫാലസി, അതായത് ഞങ്ങൾ മാത്രമല്ല അവരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ചെയ്യും എന്ന് പറയുന്ന നിലവിലുള്ള ഒരു അഴകുഴമ്പൻ നിലപാട്. അതെങ്ങനെ ശരി? അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നതിൽ എന്താണ് വ്യത്യാസം? എന്താണ് അതിലൊരു ഔന്നിത്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? ഇതാണ് അതിലൊരു കാര്യമുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം ഫോൾസ് ഇക്വലൻസ് ആണ്. അതായത് നിങ്ങൾ തെറ്റായ കമ്പാരിസൺസ് നടത്തുന്നു. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ RSSുമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് നിങ്ങൾ പറയുന്നത് തെറ്റായ കമ്പാരിസൺ ആണെന്ന് നിങ്ങൾ പറയുന്നത്. സത്യത്തിൽ അതാണ് കറക്റ്റ് കമ്പാരിസൺ. കാരണം എന്താ? നിങ്ങൾ പറയുന്നു രണ്ടും ഒരു നാണയത്തിന് 2 വശം പറഞ്ഞു പഠിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നു അത് കമ്പയർ ചെയ്യാൻ പാടില്ല. അതെങ്ങനെ ശരിയാവുക? അപ്പോൾ നിങ്ങൾ പറയണം, ഈ പറയുന്ന RSSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എവിടെയാണ് RSSനെ മാറ്റി നിർത്തുന്നതും ജമാഅത്ത് ഇസ്ലാമിയെ എടുക്കുന്നതും എന്നുള്ളതിന് കൃത്യമായ കാരണം പറയാം. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അതോടൊപ്പം നിങ്ങൾ അവിടെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് അതുപോലുള്ള മറ്റു ചില പാർട്ടികളുമായിട്ട്. അവരുടെ ഭരണഘടനയ്ക്ക് എടുത്തു നോക്കിയാൽ അതിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അത് ഡെമോക്രസി, സോഷ്യലിസം, സെക്യുലറിസം ഇതിനൊക്കെ ഉയർത്തി വെക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? മതരാഷ്ട്രവാദം, ഇക്കാമത്തുദ്ദീൻ, ഹുക്കൂമത്തെ ഇലാഹി, ഇത് തന്നെയാണ് ഇപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇത്ര കാലം കൊണ്ടാണെന്ന് ജനാധിപത്യ വിരുദ്ധതയാണ്, ജനാധിപത്യം ഹറാമാണ്, നിങ്ങളുടെ നിസ്കാരം പോലും സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതി ആകണം എന്ന് പഠിപ്പിക്കുന്ന സാധനമാണ്. നമ്മളിത് പണ്ട് പറഞ്ഞ പ്രസംഗമൊന്നുമല്ല. ഈ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ നടന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ക്ലാസ്സുകളുണ്ട്. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അവർ കൊടുക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. അവിടെ ഇപ്പോഴും പഠിപ്പിക്കുന്നു മതരാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങുക. ഈ 3 തരം തരികടകൾ മാറ്റി വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യും, ഈ തരത്തിലുള്ള തെറ്റായ കമ്പാരിസൺസ്, അതുപോലെ നിങ്ങൾക്ക് RSSുമായിട്ട് എന്താണ് വേർതിരിക്കാനുള്ളത് എന്ന് ഈ പറയുന്ന 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ തനിയെ ജമാഅത്ത് ഇസ്ലാമി എടുത്ത് കളയും. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല, പകരം ഈ തരികട നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മളത് ആവർത്തിച്ച് പറയുന്നത്. ഈ തരത്തിൽ ചെയ്യുന്ന ഒരു പാർട്ടി UDFനെ നമ്മൾ തള്ളിയേ പറ്റൂ. ഓക്കെ, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.